ശ്രീജിത്ത് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശ്രീജിത്ത്, ആലപ്പുഴയിലെ കണക്കുകൂട്ടലിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് LDFന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ പരിശോധിച്ചാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എം വി ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി തന്നെ. ഒപ്പം മറ്റു നേതാക്കളും എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുന്നു. എങ്കിലും എത്ര സീറ്റുകൾ ഇപ്പോൾ നിലവിൽ നേടാനാകുമെന്നാണ് LDFന്റെ അവസാനവട്ട കണക്കുകൂട്ടലുകൾ? ഒപ്പം BJP അക്കൗണ്ട് തുറക്കും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ എങ്ങനെയാണ് LDF കാണുന്നത്? വിനിത, CPMന്റെയും LDFന്റെയും വിലയിരുത്തൽ നേരത്തെ മുതൽ തന്നെ 8 മുതൽ 12 സീറ്റുകൾ വരെ വിജയിക്കുമെന്നാണ്. എന്നാൽ അത്തരം ഒരു പ്രതീക്ഷ പുറമേക്ക് പ്രകടിപ്പിക്കുമ്പോഴും ഒരു 4-5 സീറ്റുകളെങ്കിലും ഉറപ്പായി ലഭിക്കുമെന്ന് CPM നേതൃത്വം കരുതുന്നുണ്ട്. അതിൽ ആറ്റിങ്ങൽ, മാവേലിക്കര, കാസർഗോഡ്, വടകര, കോഴിക്കോട് തുടങ്ങിയ സീറ്റുകളാണ് ഉറപ്പായി ലഭിക്കുമെന്ന് കരുതുന്നത്. അതുകൊണ്ട് കുറഞ്ഞത് 4-5 സീറ്റുകളെങ്കിലും കിട്ടുമെന്ന ആത്മവിശ്വാസമാണ് LDF ക്യാമ്പ് പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തിയിരിക്കുന്നത് 8 മുതൽ 12 സീറ്റുകൾ വരെ ലഭിക്കാം. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം LDFന് CPMന് അനുകൂലമായി വന്നിട്ടുണ്ട്. അത് ഗുണം ചെയ്യും. മാത്രമല്ല, കേന്ദ്രത്തിൽ ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വരുന്നത് തടയാനുള്ള ഇടപെടൽ അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചുള്ള ഒരു വോട്ട് ചെയ്യലും അത്തരം ഒരു കൺസോൾട്ടേഷനും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും കരുതുന്നു. ഇതാണ് ഈ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമായി CPM നേതൃത്വവും LDF നേതൃത്വവും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ 8 മുതൽ 12 വരെ എന്നത് ഒരു അതിരുകടന്ന അവകാശവാദമായി കണക്കാക്കാമെങ്കിലും കുറഞ്ഞത് 4-5 സീറ്റുകളെങ്കിലും അവർക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, BJPക്ക് സംസ്ഥാനത്ത് ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകില്ല എന്നും CPM നേതൃത്വവും LDF നേതൃത്വവും ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം തിരുവനന്തപുരവും തൃശൂരുമാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ BJP വെക്കുന്നത്. അവിടെ എന്തായാലും BJP സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് തന്നെയാണ് CPM നേതൃത്വം പറയുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെ മതന്യൂനപക്ഷങ്ങളിലെ വോട്ടുകൾ ലഭിക്കാതെ അവിടെ അല്ലെങ്കിൽ അത്തരത്തിലൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവാതെ BJPക്ക് നേട്ടം കൊയ്യാനാവില്ല, അത്തരമൊരു ട്രെൻഡ് അവിടെ ഇല്ല എന്നുള്ളതാണ് CPM നേതൃത്വം മറ്റും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ശ്രീജിത്ത്, ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴ LDFന്റെ ഏക മണ്ഡലമാണ്, ഏക സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? കാരണം KC വേണുഗോപാൽ ഉറച്ച വിജയപ്രതീക്ഷയിലാണ്, മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത്. ഒപ്പം ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവ് എത്രത്തോളം BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആലപ്പുഴയിൽ? വിനിത, KC വേണുഗോപാലിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും കടന്നുവരവോടെയാണ് ആലപ്പുഴയിൽ ഇത്തവണ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയത്. KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ LDF പ്രതിരോധത്തിലായിരുന്നു. കാരണം 96 മുതൽ ആലപ്പുഴയുമായി ദൃഢബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് KC വേണുഗോപാൽ. ആദ്യം 9 വർഷക്കാലം MLA ആയും പിന്നീട് 2 ടേം MP ആയും പ്രവർത്തിച്ചു. അങ്ങനെ ആലപ്പുഴയിൽ ഒട്ടേറെ ബന്ധങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങളും കൈമുതലായുള്ള ആളാണ് KC വേണുഗോപാൽ. അതാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ഏറ്റവും ശക്തമായ പോരാട്ടമാക്കി മാറ്റിയത്. കഴിഞ്ഞ ദിവസം AM ആരിഫ് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ 6 തെരഞ്ഞെടുപ്പുകൾ ഇതിനകം നേരിട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ ആലപ്പുഴ നേരിട്ടത്. അതുകൊണ്ട് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക LDF ക്യാമ്പിലുണ്ട്. LDF ക്യാമ്പിൽ എങ്കിലും വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം പുറമേക്ക് പ്രകടിപ്പിക്കുന്നെങ്കിലും വലിയ തോതിലുള്ള ആശങ്ക LDF ക്യാമ്പിലുണ്ട്. കാരണം ഈ ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവോടെ ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ടുകൾ പിടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലുടനീളം എന്ന പോലെ ആലപ്പുഴയിലെയും CPMന്റെയും LDFന്റെയും ഏറ്റവും പ്രധാന വോട്ട് ബാങ്ക് ഈഴവ സമുദായമാണ്. ഈഴവ സമുദായത്തിന്റെ കാര്യത്തിലും ഒപ്പം ധീവര സമുദായത്തിന്റെ കാര്യത്തിലും വലിയ തോതിലുള്ള വിള്ളലുകൾ വീണിട്ടുണ്ട് എന്ന കാര്യമാണ് വോട്ടെടുപ്പിന് ശേഷം പുറത്തുവരുന്ന ഒരു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏത് തരത്തിലായിരിക്കും റിസൾട്ട് എന്നതിനെക്കുറിച്ച് LDF ക്യാമ്പിൽ ആത്മവിശ്വാസമുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി കടന്നുവരാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ തവണ BJP നേടിയത് 1,87,769 വോട്ടുകളാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ നേടിയത്. ഏറ്റവും വലിയ ആലപ്പുഴയിലെ BJPയുടെ വോട്ട് നേട്ടമായി അതിനെ കണക്കാക്കാം. ഇത്തവണ കുറഞ്ഞത് 2.25 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയ്ക്കുള്ള വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിക്കുമെന്ന കണക്കാണ് BJP നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല.